നമസ്കാരം. ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സഫർ ചെയ്യുന്ന ആളുകളാണ് ഇപ്പം നമ്മുടെ ഒരു സമൂഹത്തിലൊരു 100% എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണം ഞാനിവിടെ മെയിനായിട്ട് ഹാർട്ട് ഡിസീസിനെ പറയുന്നെങ്കിൽ തന്നെയും എല്ലാവിധ ശാരീരികവും മാനസികമായിട്ടുള്ള രോഗങ്ങളെപ്പറ്റി എൻ്റെ പേഷ്യൻസിനും സമൂഹത്തിനും അവയർനെസ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ധർമ്മമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിസ്റ്റം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്, ഹോളിസ്റ്റിക് മെഡിസിൻ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മാൻ ട്രീറ്റ് ആസ് എ ഹോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും കഴിയുന്നതും ഒരു അറിവുള്ള ഡോക്ടർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സ്പെഷ്യലൈസേഷൻ ധാരാളമുണ്ട്. അപ്പോൾ ഇന്ന് ഞരമ്പ് സംബന്ധമായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനും സമൂഹത്തിനും അതിൻ്റെ പേഷ്യൻസിനും ബുദ്ധിമുട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം തളരുക, അല്ലെങ്കിൽ നമുക്ക് നേരെ നിൽക്കാൻ പറ്റാത്ത ഒരവസരം, അല്ലെങ്കിൽ കാല് കംപ്ലീറ്റ് മരവിച്ച് പോവുക, ശരീരത്തിന് സ്തംഭനം ഉണ്ടാവുക. അത് ചിലപ്പോൾ ഇങ്ങനെ വരാം. കഴുത്തിന് താഴെയാകാം, ഇടതുവശമാകാം, വലതുവശമാകാം, ഇളിക്ക് താഴെയാകാം, എങ്ങനെ ആയിക്കോട്ടെ. ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ ഇഞ്ചുറി കൊണ്ടുണ്ടാവും, അതായത് ആക്സിഡൻ്റ് കൊണ്ട് മുറിവുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഞരമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇതേവരെ ആരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് ഇല്ലതാനും. കാരണം ഞരമ്പ് പാർഷ്യലായിട്ട് മുറിഞ്ഞാൽ തന്നെ എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അൺനോൺ ആയിട്ട് വരും. ഒരു സുപ്രഭാതത്തിൽ കിടന്ന് എണീറ്റൊക്കെ വന്നു, നടക്കാൻ പറ്റുന്നില്ല. മറ്റൊരാളിന് നടക്കാൻ പറ്റും, പക്ഷേ ബാലൻസ് കിട്ടുന്നില്ല. ഇതിന് പ്രധാനമായിട്ട് വരുന്ന രണ്ട് ഡോക്ടേഴ്സ് തീരുമാനം മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്നാണ്. ഇപ്പം ഒരു തരത്തിലുള്ള സോക്കേട് വരും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി തന്നെ പറയാം. ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടൈനിങ് ടു നെർവ്സ്. അപ്പോൾ ആളുകൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഞരമ്പും രക്തക്കുഴലുകളും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ മിക്കവാറുമുള്ള ആളുകൾ തന്നെ പറയുന്നത് ഇത് ഞരമ്പിനുള്ള കുഴപ്പം, ഇത് രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞരമ്പ് വേറെ, രക്തക്കുഴൽ വേറെ. അത് നിങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങളുടെ കൊച്ചു കുട്ടികളുടെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഞരമ്പും രക്തക്കുഴലും. അപ്പോൾ അതേപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പം മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിന് രണ്ട് ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് രണ്ട് ഫങ്ഷൻ. ഒന്ന് മോട്ടോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, എന്ത് ചെയ്യുന്നതിന് ഒരു പമ്പിങ് വരണമെന്നുണ്ടെങ്കിലും മോട്ടോർ വെക്കണം എന്ന് പറഞ്ഞാൽ ശക്തി. അത് ശക്തി തരും. ഞരമ്പിൻ്റെ ഒരു ഫങ്ഷൻ നമുക്ക് ശക്തി തരിക എന്നുള്ളത്. അടുത്തത് സെൻസറി എന്ന് പറയും. നമുക്ക് സ്പർശന ശക്തി, ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ ഇതൊക്കെ നമുക്ക് അറിയുന്നതിന് അത് സ്പർശന ശക്തി. പിന്നെ നമുക്ക് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലച്ചോറിൻ്റെ തുടർച്ചയാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ നടുക്കൂടെ പോകുന്ന ആ നെർവസ് സിസ്റ്റത്തിനാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അതിന് പല ബ്രാഞ്ചുകൾ വരും. കഴുത്തിന് താഴെ നമ്മുടെ കയ്യിൽ വരും, ചെസ്റ്റിൽ വരും, കാലിൽ വരും. അപ്പോൾ ഇതിന് രണ്ട് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് അപ്പർ മോട്ടോർ ന്യൂറോൺ, ഒന്ന് ലോവർ മോട്ടോർ. അപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് കൈക്ക് ഇതിലൊക്കെ വരും. ലോവർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കാലിനെ കൂടെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡോക്ടേഴ്സ് എല്ലാം ഡയഗ്നോസ് ചെയ്യും. അവർ ന്യൂറോളജി ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കും, ഈവൻ സ്കാൻ ചെയ്യിക്കും. സ്കാൻ ചെയ്യേണ്ട അത്യാവശ്യ കാര്യമാണ്. ചില ഡോക്ടർ സ്കാൻ വേണ്ടാന്ന് പറയും, ചിലർ വേണമെന്ന് പറയും. എന്നാലും ഒരു കംപ്ലീറ്റ് മോട്ടോർ ന്യൂറോണിൻ്റെ ഡിസീസിൻ്റെ അറിയണമെങ്കിൽ നമ്മൾ ബ്രെയിൻ തൊട്ട് തുടങ്ങണം. കാരണം ഈ ഞരമ്പ് തുടങ്ങുന്നത് ബ്രെയിനിലാണ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ബ്ലഡ് വെസൽസ് ആർ ദ കണ്ടിന്യൂഷൻ ഓഫ് ദി ഹാർട്ട് എന്നാണ് ബ്ലഡ് വെസൽസ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ തലച്ചോറിൽ നിന്നാണ് എല്ലാ ഞരമ്പുകളും വരുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഇത് എത്രയും പറഞ്ഞെങ്കിൽ പ്രതിവിധി എന്താണ്? മോഡേൺ മെഡിസിനിൽ പോവും, അവർ ഹോമിയോപ്പതിക് മെഡിസിനിൽ പോവും, ആയുർവേദത്തിൽ പോവും, എല്ലാം ചെയ്യും. എന്നാലും ഇതിന് എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു ലിമിറ്റേഷനുണ്ട്.
ഇനി അതിൻ്റെ ഒരു പ്രതിവിധിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിന് ഏറ്റവും എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂപഞ്ചർ എന്ന് പറയും. അക്യൂപഞ്ചർ പറഞ്ഞത് നമ്മളൊരു വാക്ക് പറയുമ്പോഴത്തേക്ക് അക്യൂസ് മീൻസ് നീഡിൽ, പഞ്ചർ മീൻസ് പഞ്ചിങ്, അതായത് നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നിസ്സാര ഒരു കോഴ്സോ പഠനമോ അല്ല. ചൈനയിലും അമേരിക്കയിലും യൂറോപ്പിലും ഇത് 5 ഇയർ കോഴ്സാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അക്യൂപഞ്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആക്ഷൻ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം, തലച്ചോറിനകത്തും ഞരമ്പുകളിലുമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഡോക്ടേഴ്സ് ഇതേപ്പറ്റി നോക്കിയോ അവർ അഡ്വൈസ് ചെയ്യുകയോ ഒന്നും പറയുന്നില്ല. അവരിപ്പോൾ മോട്ടോർ ന്യൂറോൺ ഡിസീസ് അപ്പർ ആയാലും ലോവർ ആയി കഴിഞ്ഞാലും അവർ ഹെൽപ്ലെസ്ന്നേ പറയും. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്ന് അവസാനം പറയുകയും കൂടെ ചെയ്യും. പിന്നെ ഒരു കാര്യം നമുക്ക് പറയാം, വേർ ദർ ഈസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. ദർ ഈസ് എൻ എക്സാക്ട് സൊല്യൂഷൻ, വി ഹാവ് ടു ഫൈൻഡ് ദി സൊല്യൂഷൻ. അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ അപ്പർ മോട്ടോർ. ഏത് ഞരമ്പ് രോഗം വന്നു കഴിഞ്ഞാലും അക്യൂപഞ്ചറാണ് ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഇതെൻ്റെ വാക്കല്ല, WHO അതുകൊണ്ടാണ് അക്യൂപഞ്ചറിൻ്റെ ഒരു സിസ്റ്റമായിട്ട് തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോവർ എല്ലാ സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെയും നിങ്ങൾക്ക് ഇത് ഈ ഡോക്ടർമാരായാലും ഈ കേൾക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഒരു പ്രധാന കാര്യമുണ്ട്, വെദർ ദ അക്യൂപഞ്ചറിസ്റ്റ് ക്വാളിഫൈഡ് ഓർ നോട്ട്. നല്ലൊരു ഡോക്ടറാണോ, ക്വാളിഫിക്കേഷൻ ഉള്ളതാണോ ഇല്ലാത്തത് അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കൊരു പല കുഴപ്പങ്ങളും വരാം. പിന്നെ അത് മാത്രമല്ല, നിസ്സാരം വൈറ്റമിൻ ൻ്റെ കുറവ് കൊണ്ടും വരാം. കാരണം അത് കംപ്ലീറ്റ് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഉദാഹരണം വൈറ്റമിൻ B12 കുറവുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഞരമ്പിന് മോട്ടോർ ന്യൂറോൺ മാത്രമല്ല എല്ലാ ഞരമ്പുകൾക്കും ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്ന. എന്നിരുന്നാലും പ്രധാനമായിട്ടും സെൻറ്റർ ചെയ്യുന്നത് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം. എങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നത്, ആൻജിയോഗ്രാം ഒഴിവാക്കുന്നത്, ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നത്. ഇത് WHO പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. എൻ്റെ പേരാണ് ലേസർ തെറാപ്പി എന്ന് പറയും.